this is our second day of examination, community health nursing, and ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല guys. ഇംഗ്ലീഷ് ആയിരിക്കും സ്പീച്ച് ഇംഗ്ലീഷിൽ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു പഠിച്ചത് എന്താ എനിക്കറിയത്തില്ല സത്യം. എന്താ കമ്മ്യൂണിറ്റി ഇതാരാന്ന് പറയാൻ പറ്റും? കണ്ടില്ല. ഈ കൊച്ചിനെ അറിയണോ? കമന്റ് ബോക്സിൽ പേരിടാം. എല്ലാവരും ഒരുമാതിരി ഇരിക്കുന്നു. ചത്തിരിക്കുന്നു. കാരണം എന്താണ് എഴുതാൻ പോണത് നമുക്ക് അറിയില്ല. ഇതെന്താണ് സ്കിൻ കെയർ റൂട്ടീൻ പറയും? സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ കഴിഞ്ഞു. പിന്നെ കണ്ണെഴുതും പൊട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ. നമുക്ക് മോട്ടിവേഷൻ തരാനായിട്ട് അദീനയുണ്ട്. നമ്മൾ ഡ്രസ്സ് പോലും മാറാണ്ടിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ. പക്ഷെ എനിക്ക് പേടിയില്ല. കാരണം എല്ലാം അറിഞ്ഞിട്ടും ഞങ്ങൾ ഓഫീസിലേക്ക് പോയിട്ട് ഒരു തേങ്ങ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളോടൊപ്പം കാര്യപരമായ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ സ്ക്രബ് പോലും മാറ്റാതെ എനിക്ക് അത്ര പോലും പേടിയില്ലാത്തതുകൊണ്ടാണ്. അതാണ് ഓണസ്റ്റ് റിയാക്ഷൻ നമുക്ക് വിട്ടുവെക്കാം. കാരണം പേടിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാണ്ട് ഇന്നലെ രാത്രി നേരത്തെ തന്നെ കേൾക്കണം തുടങ്ങി. രാത്രി ഇന്ന് പഠിച്ചിട്ടും പഠിക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കാനില്ല. നമുക്ക് എന്താ ഉള്ളത് ഇവിടെ? ചുമ്മാ ഇന്ന് വായിക്കുന്നത് ഇതൊരു ടൈം ലൂപ്പാണ്. നമ്മളിങ്ങനെ ഒരു സാധനം വായിക്കുന്നതിന് പിന്നെ വായിക്കുന്നു, അതിന് പിന്നെ വായിക്കുന്നു, പക്ഷെ കിട്ടൂല. പക്ഷെ മുന്നിൽ വായിച്ചെന്താന്ന് വെച്ചാൽ നമുക്കറിയാം. പക്ഷെ നമ്മൾ വായിച്ചോണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു എലിയെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളൊരു എലിയെ പോലെ കറപ്പിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മൾ തളരെഴുതും. 4-5 ചോദ്യങ്ങൾ നമ്മളെ തളർത്താൻ. സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ does not decide my future. സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞൊട്ടിക്കും. അത് വേറെ കാര്യം. പക്ഷെ എന്നെ തളർത്തൂല. ഓക്കെ ബൈ. അടുത്തത് ഒരു ഓണസ്റ്റ് റിപ്ലൈ ഫ്രം ആഷ്ന ഫാത്തിമ. പറ, ഈ എക്സാമിനെ കുറിച്ച് പറ. CHN, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 4th ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് CHN എഴുതാൻ പോകുന്ന നിനക്ക് എന്താണ് പറയാനുള്ളത്? പറയും. പരീക്ഷ കഴിഞ്ഞു വന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ എനിക്ക് പറയാം. ഞാൻ ഐഡി കാർഡ് കൊണ്ട് കളഞ്ഞാ? ആരത്? വീഡിയോ അല്ലേ? ഓക്കെ ബൈ ഗൈസ്. ഞങ്ങൾ എക്സാമിന് പോയിട്ട് വരാം. അല്ല മിഷ? ബൈ ഗൈസ്. చెప్పండి സിസ്റ്റർ. പറ, എങ്ങനെയുണ്ട്? എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ അടിച്ചു പൊളിച്ചു. ഇന്ന് പക്ഷെ എഴുതാൻ ഒരു വകയാണെന്നോ ഇല്ല. നമ്മൾ കമ്മ്യൂണിറ്റി എക്സാമിന് പോകുന്ന കമ്മ്യൂണിറ്റി എക്സാം അല്ല, കമ്മ്യൂണിറ്റി മീറ്റിംഗ് ഇവിടെ ഇപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ പോവാട്ടോ. വരുമ്പോൾ ഇതേ എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിനെസ് കാണാണ്. ഇതെന്താണെന്നറിയോ? ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ് ഇത്രയും എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്. പക്ഷെ പാസ്സാ ഫ്രീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാ. ഫ്രീ ഇന്ന് കഴിക്കാൻ എന്താണെന്നുള്ള ആശ്ര പോലെ. അയ്യോ ലൈറ്റ് ഇല്ല. മീനാക്ഷി പറ. മീനാക്ഷിയുടെ അവിടെ ഇന്ന് സാമ്പാറാണ്. സാമ്പാർ നല്ല ഹെൽത്തി ഫുഡാണ്. പ്രോട്ടീൻ ആൻഡ് ഫൈബർ. അത്രയും പറയാനുള്ളൂ. ആശ്ര എങ്ങനെയുണ്ടായിരുന്നു CHN? ഒന്നും പറയാനില്ല. ഒരു വരേണ്ടി വരും. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർ ഇതാണ് വെച്ചത്ര പണി കാണിക്കുന്നത്. 4 വർഷം ജയിച്ചെങ്ങനെയാണ് വിടാനുള്ളതിന് ഇവർക്ക് ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തണോ? പഠിക്കണം ചിരിച്ചിരിക്കും. അതീന എങ്ങനെയുണ്ടായിരുന്നു? പഠിക്കാണ്ട് വളരെ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളോട് ചില ഉത്തരവൊന്നും എഴുതാൻ പറ്റില്ല. കാരണം നമ്മളായിട്ട് നാണം കിടത്താൻ നിന്നിട്ട് ഞാൻ കുറച്ച് ഉത്തരവൊന്നും എഴുതിയില്ല. ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ പാസ്സാവും.
അതെ ഇനി ആഷ്ന വേറെ ഒന്നുമില്ലല്ലോ അപ്പൊ ഓക്കെ ബൈ. സമാധാനത്തിൽ തിന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ പരീക്ഷ വളരെ ടഫായിരുന്നു. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതി വെച്ചതാണ്. ബാക്കിയെല്ലാം കുറച്ചൊക്കെ അറിയാം. പക്ഷെ 2 മാർക്സ് എക്സ്പാൻഡ് ചെയ്തതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചു. തെറ്റാണ് അതിന് കാരണം. പക്ഷേ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിജയം, എൻ്റെ മാത്രം വിജയം. ഒന്നും പറയാനില്ല. അളിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ അളിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കൊള്ള